ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് മനഃശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്നറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടം കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്ന് കൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്ത പറ്റി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ. ഡോക്ടർ അകത്തുണ്ടല്ലേ? ഡോക്ടർ എത്തിയിട്ടില്ല സാർ, അകത്തോട്ടിരിക്കാം. സാറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഓക്കെ. എന്തു പറ്റി? തറയൊന്ന് സ്ലിപ്പായതാ സാറേ, 2 തറയോട് മാറ്റാനുണ്ട്. ഞാനിപ്പോ തന്നെ ഡോക്ടറെ വിളിക്കാം. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ. ജോർജ് ബുഷ് ഓടി വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യായിരുന്നു. ഇതാ കണ്ടില്ലേ? ഹലോ, ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതിവ് പോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ഉടനെ വരുമോ? ഉടനെ പറഞ്ഞ സോറി, എന്റെ പേര് എലി അല്ല അലി. ബാപ്പാന്റെ പേര് പൂക്കുഞ്ഞിക്കോയ. ഓ മരിച്ചുപോയി. ഓക്കെ. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട കുട്ടിക്കാനം കുരിയച്ചെന്ന വൻ തോക്കിനെ 110 kV ഇലക്ട്രിക് കമ്പിയിൽ വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ച് കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് ഭാർഗവൻ എന്നുള്ള പേര് വീണത്. അയാളിപ്പോ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കരണ്ട് ഭാർഗവനെ ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി ശത്രുക്കളല്ലേ? എങ്കിലവൻ വരട്ടെ. അവൻ കരണ്ടാണെങ്കിൽ ആ കരണ്ടിനെ ഫ്യൂസ് ചെയ്യാൻ വരും. എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്? അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടുപോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ. നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിനൊരു വേദന. അത് ഹിപ്നോട്ടിസ് ചെയ്ത് ശരിയാക്കൂടെ? അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല. ഉടനെ സർജനെ കാണണം. ഇരിക്കട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ? ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ. തൽക്കാലം താൻ ഇവിടെ നിന്നാ മതി കേട്ടോ. വന്നു അല്ലേ? ഇതാണ് എന്റെ രഹസ്യ താവളം. ആർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? കൊള്ളാമോ? ഞാനൊരു ഡോക്ടറാണ്. ഞാനൊരു രോഗിയാണ്. രോഗികളുടെ മുമ്പിൽ വെച്ച് 2 പേർ തോക്കുമായി വന്ന് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനിങ്ങനെ കൊല ചെയ്യുന്നു? എത്രയും പെട്ടെന്ന് എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടും. നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും. അതിന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരുന്നാലാവും താൻ കൊല്ലപ്പെടുക. 3 ദിവസത്തിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. തോക്കെടുക്കുമ്പോൾ എന്റെ കൈ വിറയ്ക്കുന്നത് തന്റെ ഭാഗ്യം. പക്ഷേ ഞാനൊന്ന് മുരടനക്കിയാൽ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരും പല ദിശകളിൽ നിന്നും. താൻ എന്റെ മുമ്പിൽ എരിഞ്ഞമരും. വീട്ടുകാർക്ക് ചിതാഭസ്മം പോലും കിട്ടില്ല. അതെന്ത്? ചിതാഭസ്മം വെള്ളത്തിൽ കലക്കി കുടിക്കുവോ? ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങൾ വെട്ടും. 2 കോമഡി പറഞ്ഞാൽ 2 കൈയും വെട്ടും. 3 കോമഡി പറഞ്ഞാൽ വെട്ടാനുള്ള 3ാമത്തെ കൈ പുറത്തുനിന്ന് കൊണ്ടുവരുമായിരിക്കും. വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ഇനി എന്റെ രോഗം ഭേദമാക്കാതെ താൻ മറ്റാരെയും ചികിത്സിക്കയില്ല. അതുവരെ ഇവിടുന്ന് പോവുകയില്ല.
അയ്യോ അങ്ങനെ പറയരുത്. ബാംഗ്ലൂർക്ക് പോകാൻ ഇന്നത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. കോൺഫറൻസ് പോയില്ലെങ്കിൽ വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. എന്ന് മടങ്ങി വരും? ഏറിയാൽ ഒരു 3 ദിവസം. അപ്പൊ ട്രെയിൻ വേണ്ട കണ്ണപ്പാ. യെസ് ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ കൈ ചെലവിന് ഒരു 10 ലക്ഷം രൂപയും കൊടുക്കും. യെസ് ബോസ്. ഹായ് അനു. വന്നിട്ട് ഒത്തിരി നേരമായോ? എന്തിനാ എഴുന്നേറ്റുന്നത്? ടു ഷോ റെസ്പെക്ട്. എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല. കം ഓൺ സിറ്റ്. 2 കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ വന്നത്. ഒന്ന്, കുറച്ചു കാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണം എനിക്ക്. കേരളത്തിലുള്ള ഒരുത്തനും വന്നെത്താൻ കഴിയാത്ത വനപ്രദേശമായാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു വീട്. 2, വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ കൊടുക്കാനായിട്ട് എനിക്കൊരു തീസിസ് റെഡിയാക്കണം. അതിന് അനുവിൻ്റെ നല്ലൊരു ഹെൽപ്പ് എനിക്ക് വേണം. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ? എന്താ വിഷയം? വിഷയം ഒരു പൊടി. എന്റെ വിഷയം, ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു വലിയ വിഷയമാണോ? എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അറിയാനൊന്നുമില്ല, സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ മതി. അനുവിനെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ അതിഗാഠമായി പ്രണയിക്കുകയാണ്. അയാൾ മിടുക്കനാണ്, വിദ്യാസമ്പന്നനാണ്, ഒരു പരിധിവരെ സുന്ദരനുമാണ്. അതിഗാഠമാണ് അയാളുടെ പ്രണയമെന്ന് ഓർക്കണം. അനു അയാളെ സ്വീകരിക്കുമോ? എനിക്ക് അങ്ങോട്ടും പ്രണയം തോന്നിയാലല്ലേ? That's a good question. ഒരു വീഴ്ച. എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവും അനുഭവങ്ങളുമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ടത്. കൊച്ചു പെൺകുട്ടിയായ ഭാര്യ അയാളുടെ കയ്യിൽ എന്നും സുരക്ഷിതയായിരിക്കും. ഈ ഇയർ റിംഗ്സ് അസലായിരിക്കുന്നു. എവിടുന്നാ വാങ്ങിയത്? ഡോക്ടർ, കംഫർട്ടബിൾ ആയിട്ടിരിക്കൂ, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ അനു എന്നെ ഡോക്ടർ എന്ന് വിളിച്ചില്ലേ? ആ വിളിയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. പിന്നെ എന്ത് വിളിക്കും? എൻ്റെ പേര് ശാന്താറാം. ശാന്തേട്ടാ എന്ന് വിളിക്കാം. എൻ്റെ അമ്മൂമ്മയുടെ പേര് ശാന്ത എന്നായിരുന്നു. അതുകൊണ്ടൊരു ഫീമെയിൽ നെയിമായിട്ട് തോന്നുന്നു. ഡോക്ടർ വേണ്ടെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കാം. അങ്കിൾ വേണ്ട. ഇപ്പൊ ആരാ വിളിച്ചെന്നറിയോ? ഒരു അധോലോക ഗുണ്ട. ഡോക്ടറും ഗുണ്ടയോ ആയിട്ട്? അത് പറയാം. ദേ ആ ഗുണ്ട പിന്നെയും വിളിക്കുന്നു. ഇവനൊന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. അനുവിന് ഞാൻ കാണിച്ചു തരാം. എടാ ഭാർഗവ, നിന്റെ ഗുണ്ടായുസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ആരാന്നാടാ നിന്റെ വിചാരം? കുറെ ഇഡിയറ്റ്സിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് തെക്ക് വടക്ക് നടത്തിച്ചാ നീ വലിയ ആളാവൂടാ. ഡോക്ടർ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഡോക്ടറല്ല ഞാൻ, നിന്റെ കാലനാ. എങ്കിൽ കാലൻ എവിടെയാ ഉള്ളത്? പറയാൻ മനസ്സില്ലെങ്കിലോ? ഒന്ന് പറയൂ കാല. ധീരനായ അങ്ങയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കാനാ. ഓ, താനും ഇപ്പൊ കോമഡി തുടങ്ങിയോടോ? കോമഡി പറയുന്നവന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി നിന്റെ കൈ ഞാൻ വെട്ടൂടാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ. അടിയനൊരു പാവമാണേ. അയ്യോ, കോൺഫറൻസ് എങ്ങനെ നടക്കുന്നു? ഉടനെ തീരുവോ? കോൺഫറൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തീർക്കൂടാ. നീ ആരാ ചോദിക്കാൻ? ഏതാ അങ്ങയുടെ മുൻപിൽ ഒരു പെണ്ണിരിക്കുന്നത്? കോൺഫറൻസ് എന്ന് പറഞ്ഞ് മറ്റേ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഭാർഗവൻ സാറ്. സാർ, ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സിസ്റ്ററാണ്. അനു, ഇത് ഭാർഗവൻ സാറ് വലിയ മനുഷ്യനാ. കരണ്ട് ഭാർഗവൻ സാറ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല. അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു. പറ്റിയാൽ ഫോൺ വിളിക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്കിൽ പുറപ്പെടാം ഭാർഗവൻ സാറേ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. നിന്റെ കുടലെടുക്കൂടാ വന്നിന്ന്. എല്ലാത്തിനും മാപ്പ്. നമുക്ക് ഇന്ന് തന്നെ ചികിത്സ തുടങ്ങാം. എന്നെ തെറി വിളിച്ച ആ നാക്ക് ഞാൻ ആദ്യം അരിഞ്ഞെടുക്കൂടാ റാസ്കൽ. എന്നിട്ട് മതി ചികിത്സ. ഞാൻ 1000 വട്ടം മാപ്പി വയ്ക്കുന്നു. എന്നെ ഉപദ്രവിക്കരുത്. ഹലോ ഡോക്ടറെ, ഞാനാ കറണ്ട് ഭാർഗവനാ. കറണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. കറണ്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം.
ഇയാൾ എന്താടോ പിച്ചും പയ്യും പറയുന്നത്? നാർക്കോട്ടിക്സ് അല്ലല്ലോ, അവിടെയും കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നേ. ഇല്ലേ, അവിടെ കറണ്ട് ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുക. കണ്ണപ്പനെയും ജബ്ബാറിനെയും അങ്ങോട്ട് വിടാം. എന്താ? ഐ എം സോറി, വെരി വെരി സോറി. കറണ്ട് വേണ്ട. എടുക്കണ്ട, ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ 4 തെരുവ് ഹലോ, ആരാടോ? സാറ് അന്നത്തെ പോലെ ഇന്നും കൂടെ വരണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. കുടിക്കാൻ എന്തെങ്കിലും? ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി തന്നെയാ, പക്ഷെ ഹെവി വോൾട്ടേജാ. കറണ്ട് ഭാർഗവനെ. എന്നെ വിശ്വസിക്കൂ, അവരെ ചികിത്സിക്കാൻ പാടില്ലെന്ന പിന്നെയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ചികിത്സിച്ച് ക്ഷീണിച്ചില്ലേ? ഇനി ഇതാ ഡോക്ടറുടെ രോഗത്തുള്ള ചികിത്സയായി ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ബാംഗ്ലൂർ. ഫോൺ വിളി വിളിക്കട്ടെ. ഡോക്ടർ കാത്തിരുന്ന് മുഷിഞ്ഞു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെത്തി? കുറച്ച് ദിവസമായി. ആണോ? എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്? ഇരിക്കും. താങ്ക് യു. ഞാൻ നിക്കണോ പോണോ? മിസ്റ്റർ അലിക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ബൈ ദി വേ മിസ്റ്റർ അലി, ദിസ് ഇസ് അനുപമ, ബ്രൈറ്റ്, ബ്രില്യന്റ്, ഇന്റലിജന്റ്. എങ്കിൽ മിസ്റ്റർ അലിക്ക് പോകാം. ഇതൊരു ക്ലിനിക്കാണ്, അത് ഓർമ്മ വേണം.